എല്ലാ കൂട്ടുകാർക്കും സൈക്കോസ് വിഷന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, അപ്പം ഇന്ന് തിരുവോണമാണ്. മലയാളികൾ എല്ലാവരും കാത്തിരുന്ന ദിവസമാണല്ലേ ഓണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഓണം വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ആയിട്ടൊരു കുഞ്ഞ് യാത്ര പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമുക്കൊരു വേണ്ടപ്പെട്ട ഒരു ചേട്ടന്റെ വീട്ടില് നമ്മളെ വിളിച്ചിട്ട് ക്ഷണിച്ച് ഓണത്തിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്നതാണ്. ഞങ്ങൾ പോകുന്നത് നെയ്യാറ്റിൻകരയിലോട്ടാണ്. പോകുന്ന വഴിക്ക് സാധാരണ എല്ലാ കൊല്ലവും കുടുംബത്തിലാണ് ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മള് ചേട്ടനും ചേച്ചിയും മക്കളോടൊപ്പമാണ് ഇന്നത് ഞങ്ങളുടെ കുഞ്ഞു യാത്ര എന്ന് പറയുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങള് കാപ്പി കുടിച്ചിട്ടില്ല. ഇന്ന് വീട്ടിൽ നിന്ന് പോയ സമയത്ത് അപ്പൊ ഞങ്ങള് വഴി കണ്ടൊരു കടയിൽ കയറി കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട കുഞ്ഞു അത്തപ്പൂക്കൾ. കുഞ്ഞല്ല, നല്ല രസമുള്ള കുറച്ച് അത്തപ്പൂക്കളാണ് കേട്ടോ നമ്മൾ കണ്ടു. അപ്പം എന്തായാലും തിരുവോണമല്ലേ, അതൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് എടുത്തതാണ്. സ്ഥലം നാൽപ്പറക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. കുറച്ചൊക്കെ സ്ഥലങ്ങൾ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല അടിപൊളി വേറെ ലെവലാണ്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് നോക്കിയപ്പോഴത്തേക്ക് നമ്മള് എത്തുന്നതിന് മുമ്പ് ഇട സൈഡ് അമ്പൂരിയൊക്കെ എത്തുന്നതിന് മുമ്പ് അവിടെ ഭയങ്കര ഒരു മലയുടെ അടിയിലൊക്കെ എന്ത് വീടുകളാ നിക്കുന്നത്. അത് നമ്മളിവിടെ മുമ്പോട്ട് വന്നപ്പോ ഒരു അത്തം. ഞങ്ങൾ തിരക്കൊന്നും ഇല്ലാത്ത തിരക്ക് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടാണ്. ഒരുപാട് അത്തങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഓണാഘോഷ പരിപാടികളും ആളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മള് പോയപ്പോ അവിടുത്തെ ചേട്ടൻ പറഞ്ഞ് എടുത്തോളൂ, അതെന്താ കുഴപ്പമില്ല, എടുത്തോളൂ. അങ്ങനെ കുറച്ച് നമ്മളെല്ലാം ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോയപ്പോ അടുത്ത് കണ്ട വ്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് കുട്ടികളെ ചേർന്ന് എടുത്ത അർത്ഥമാണ് കേട്ടോ. ഇത് കൊള്ളുന്ന എല്ലാം ഫുള്ള് നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള അർത്ഥം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോ പിന്നും തൊട്ടടുത്തൊരു ഗണപതിയുടെ ഒരു അർത്ഥം. അത് കഴിഞ്ഞ് നമ്മള് പോവേണേ. നമ്മള് പിന്നെന്താ നമ്മളിങ്ങനെ പോയപ്പോ വലത് സൈഡിൽ നോക്കിയപ്പോ ഭയങ്കര ഒരു മല. അതൊരു കോളനി ഏരിയയാണ്. അത് നമ്മള് കുരിശുമലയൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പ് അടുത്തൊരർത്ഥം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഓറഞ്ച് മഞ്ഞയും തീർന്നു. അതുകൊണ്ട് തിരിഞ്ഞ സമയത്തുള്ളതാണ് അവിടെ കണ്ടൊരർത്ഥം. പിന്നെ ഞങ്ങളിപ്പോ തമിഴ്നാട് നമ്മുടെ ബോർഡറിൽ നിൽക്കുകയാണ്. തമിഴ്നാട് ബോർഡറിൽ നമ്മളിതിലേ പോകുന്നതാണ്. നമുക്ക് ഇതിലേ നമ്മൾ പോവാന്ന് വിചാരിച്ച് ഇതിലേ വന്നതാണ്. അപ്പോഴും ഞങ്ങൾ കണ്ട ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പിന്നും അങ്ങോട്ട് പോണ വഴിക്ക് കണ്ടതാണ്. നല്ല ഭംഗിയുണ്ട്. ഈ അത്തം കൊള്ളാല്, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് AVAT എന്തോ ഒരു പേര് അവിടെ എന്തോ ഒരു കമ്പനിയുടെ അങ്ങനെ നമ്മൾ നേരെ ആ ചേട്ടന്റെ വീട്ടിൽ എത്തി. നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തപ്പോൾ തന്നെ അവര് ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് വിളിച്ചേട്ടാ. അങ്ങനെ സദ്യ കഴിക്കാനായിട്ടിരിക്കണം, നമ്മുടെ ഓണസദ്യ കഴിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പൊ മീനുകുട്ടിയുടെ ചേട്ടനും എല്ലാ കൊല്ലം അല്ലെങ്കിൽ നമ്മളെ അച്ഛൻ്റെ അമ്മേരോടെ അല്ലെങ്കിൽ പപ്പേരെ അമ്മേരോടെ ഒക്കെ ആയിരിക്കും. ആദ്യമായിട്ടാണ് നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. എല്ലാ ഐറ്റം കറികളും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. എസ്പെഷ്യലി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൂട്ടുകറിയാണ്. എല്ലാം കൊള്ളായിരുന്നു. ഇന്നലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കൂട്ടുകറി. എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളിതാ ഓണസദ്യ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഓണസദ്യ കഴിച്ചു ഓണം ആഘോഷിച്ചെന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, നമ്മുടെ 2 കുട്ടന്മാരുണ്ട്, പിന്നെ മീനുകുട്ടിയുണ്ട്, നമ്മൾ 2 പേരും. നമ്മള് മീനുട്ടി ചോറൊക്കെ കഴിക്കുന്നുണ്ട്. മീനുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു. പിന്നെ പായസത്തിന്റെ സമയമായിട്ട് കടലപ്പായസമാണ്. കടലപ്പായസം കുടിക്കുകയാണ് കേട്ടോ. പഴമൊന്നും ഉപയോഗിക്കും. റൂമിൽ കയറി കുട്ടികൾ അവിടെ കാർട്ടൂണൊക്കെ ഇട്ട് അവര് കാർട്ടൂൺ നമ്മളങ്ങനെ അധികം കാണാറില്ലല്ലോ, അതുകൊണ്ട് കാണട്ടെ എന്ന് വെച്ചു. ഇന്ന് നമ്മള് മീനുനായിട്ട് ഇട്ടേക്കുന്ന ദിവസം കണ്ടോ. നമ്മളങ്ങനെ പിടിച്ചിരുത്തി അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ് അവള് കാർട്ടൂൺ കണ്ടത്. ഞങ്ങൾ ഇത്തിരി നേരം റൂമിലൊക്കെ അവിടെ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്ത് കുട്ടികൾ ഇവിടെ നിന്ന് കാർട്ടൂണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ചായ കുടിക്കാനുള്ള സമയമായി. വൈകുന്നേരം അവർ ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി. ഇറങ്ങാൻ നമ്മൾ വേറെ സ്ഥലത്ത് പോകുന്നതാണ്. അപ്പൊ ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോകാം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നിട്ട് നമ്മളെ പുറത്തിറങ്ങി കേട്ടോ കൂട്ടുകാരെ. അപ്പൊ എല്ലാവരും നമ്മൾ പോകാൻ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അടുത്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവേണേ. പറഞ്ഞിട്ട് നമ്മൾ നേരെ കാന്തമുക്ക്
എന്നിട്ട് ഞങ്ങൾ കാർ എടുത്തത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പിന്നെയും ഞങ്ങൾ അത്തം കണ്ടു കേട്ടോ. അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ വരുന്നത്. ഇത്ര മാത്രമല്ല, ഇഷ്ടം പോലെ അത്തം ഞങ്ങൾ കണ്ടു കേട്ടോ. സൂപ്പർ അത്തങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.